വലിയൊരു ആശങ്കയുടെ മണിക്കൂറുകളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ഈ ഒരു കപ്പൽ ഉയർത്താൻ സാധിക്കുമെന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഇപ്പോൾ പക്ഷേ ഈ കപ്പൽ കടലിലേക്ക് മുങ്ങിത്താഴുന്നു എന്നൊരു വിവരമാണ് പുറത്തുവരുന്നത്. ഏറെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്താണ് താങ്കളുടെ പ്രതികരണം? എനിക്ക് എന്റെ സിറ്റുവേഷൻ ഞാൻ പറയാം. രാത്രിയിൽ CH റഫാൽ ഷിപ്പ് ഫർദർ സബ്മേർജ് ആവുന്ന ഒരു കണ്ടീഷൻ വന്നപ്പോൾ അവിടുത്തെ ക്രൂ രക്ഷപ്പെടുത്തേണ്ടായിരുന്നു മെയിൻ ടാസ്കിങ്. അത് അതിനെ സുജാത വെരി ക്ലോസ് പൊസിഷനിലായിരുന്നു അവിടെ ഉള്ളത്. അപ്പൊ സുജാത തന്നെ റെസ്ക്യൂ ചെയ്തു. അപ്പം ഈ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് ഈ കണ്ടെയ്നേഴ്സും വെള്ളത്തിലോട്ട് വീണോണ്ടിരിക്കുവായിരുന്നു, ബാക്കി കണ്ടെയ്നേഴ്സ്. സോ ഇപ്പൊ പ്രസന്റ്ലി അത് സബ്മേർജ് ആയോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. ബട്ട് ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് സബ്മേർജിങ്. തങ്കായെന്ന് ഇപ്പം പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് സബ്മേർജിങ്. ഓക്കെ സർ, ഇതില് നമുക്കിനി എന്തായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുക? കാരണം ഈ ഒരു കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അടുത്തൊരു നീക്കമായിട്ട് എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക? കോസ്റ്റ് ഗാർഡിന്റെ സക്സം ഷിപ്പ് പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷനിലാണ് പോയിരിക്കുന്നത്. സോ ഇൻ കേസ് ഓഫ് പൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡ് അതിന്റെ ആക്ഷൻ എടുക്കും. പിന്നെ ഇപ്പൊ കണ്ടെയ്നേഴ്സിനെ ഡിപ്പെൻഡിങ് അതിനകത്ത് ഗുഡ്സ് എന്തോ ഉള്ളത്, ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് കണ്ടെയ്നർ ചിലപ്പോൾ ഫ്ലോട്ട് ചെയ്യും, ചിലപ്പം കരയിലെടുത്തും, ചിലപ്പം ചില കണ്ടെയ്നേഴ്സ് വേണമെങ്കിൽ സൺകോവാം. ശരി ശ്രീ അതിൽ പിള്ള, നന്ദി പ്രതികരിച്ചതിന്. അദ്ദേഹം പറയുന്നത് ഈ കണ്ടെയ്നറുകൾ ചിലപ്പോൾ മുങ്ങിത്താഴാം, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും വേറെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ ഒരു കപ്പൽ കൂടുതൽ മുങ്ങിത്താഴുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. കപ്പൽ ഉണ്ടായിരുന്നവരെ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കണ്ടെയ്നറുകൾ വന്നാൽ അതിൽ തുടരുത് എന്നതടക്കമുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം ഈ കണ്ടെയ്നറുകൾ കടലിൽ മുങ്ങിത്താഴുമോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഈ കപ്പൽ ഉയർത്താനുള്ള നടപടികളായിരുന്നു നമ്മൾ രാവിലെ മുതൽ തന്നെ ചെയ്തിരുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായി തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ശക്തമായ മഴയാണ്, മഴയും കാറ്റുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രക്ഷാദൗത്യം എത്രത്തോളം ശ്രമകരമാണ് എന്നുള്ളത് ഊഹിക്കാം. എന്തായാലും ഈ ഒരു കപ്പൽ മുങ്ങിത്താഴുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്.